ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇറാനെ അമേരിക്ക ചൊറിയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. ഇപ്പോൾ വന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗതിയും അതുതന്നെ. അതുകൊണ്ടാണ് ഇറാൻ ഒന്ന് സ്വരം കടുപ്പിച്ചപ്പോഴേക്കും വലിയ വാചകമണിയൊക്കെ മതിയാക്കി ഒമാനെ പോലും കളത്തിലിറക്കി മധ്യസ്ഥ ചർച്ചയാകാമെന്ന് അമേരിക്ക നിലപാട് തിരുത്തിയിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്കെതിരെ ഉന്നയിച്ച മുന്നറിയിപ്പ് ഒരു നിമിഷത്തെ വികാരപ്രകടനമോ താൽക്കാലിക രാഷ്ട്രീയ പ്രതികരണമോ അല്ല. മറിച്ച് ദശാബ്ദങ്ങളായി ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഒരു ചരിത്രബോധമുള്ള പ്രഖ്യാപനമായിരുന്നു അത്. ഇതോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റിന് നിൽക്കക്കളിയില്ലാതെ വന്നത്. ഉപരോധങ്ങൾ, ഭീഷണികൾ, ഭരണമാറ്റ ശ്രമങ്ങൾ, ആഭ്യന്തര അസ്ഥിരത വളർത്താനുള്ള ഇടപെടലുകൾ ഇവയൊക്കെയായി നീണ്ടുനിൽക്കുന്ന അമേരിക്കൻ സമീപനത്തോടുള്ള സമഗ്രമായ പ്രതികരണമായാണ് ഖമേനിയുടെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ സത്വത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ഗതികളോട് തുറന്നുവെച്ചുള്ള മുന്നറിയിപ്പായി അത് മാറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ പുതിയ സാമ്പത്തിക ആക്രമണം അമേരിക്ക പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യത്തിനും 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനെ മാത്രം ലക്ഷ്യമിടുന്ന ഈ നടപടി യഥാർത്ഥത്തിൽ ആഗോള വ്യാപാര ബന്ധങ്ങളെയും സ്വതന്ത്ര രാജ്യങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഒരു രാജ്യവുമായി നിയമപരമായി വ്യാപാരം നടത്തുന്നതിൻ്റെ പേരിൽ മൂന്നാം രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര ചട്ടങ്ങളോടും രാജ്യങ്ങളുടെ പരമാധികാരങ്ങളോടും കാണിക്കുന്ന തുറന്ന അവഗണനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ മുട്ടുകുത്തിക്കാൻ നടന്ന് സകല വഴികളും അടഞ്ഞപ്പോഴാണ് ഇപ്പോൾ ട്രംപ് ഈ തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇറാനെ അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴടക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല എന്നാണ് ട്രംപ് ഇതിലൂടെ തുറന്നു കാട്ടുന്നത്. അതുകൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളും ആഴത്തിലുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങളും ഉള്ള ഇറാനെ ഒരു സങ്കീർണമായ സൈനിക ലക്ഷ്യമായി ലോകശക്തികൾ തന്നെ കണക്കാക്കുന്നത്. ഇറാന് ഒരു വിശാലമായ പ്രോക്സി നെറ്റ്വർക്ക് തന്നെ ലോകത്തുണ്ട്. അതിനെ ഇപ്പോഴും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണപ്പാത ഇറാൻ തടഞ്ഞാൽ ലോക വ്യാപാരമാണ് സ്തംഭിക്കുക. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ മറികടക്കാനുള്ള ശേഷി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാഖിനെ മുൻനിർത്തി ഇറാനെതിരെ വലിയ യുദ്ധം അമേരിക്ക മുൻപ് നടത്തിയിട്ടും ആ രാജ്യത്തെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് ചരിത്ര സത്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഇറാൻ സാഗ്രോസ്, അൽബോർസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇതൊരു ഭീമാകാരമായ പ്രകൃതിദത്ത മതിലുകളായാണ് പ്രവർത്തിക്കുന്നത്. ഈ ദുർഘടമായ ഭൂപ്രകൃതി കരയിലൂടെയുള്ള ആക്രമണങ്ങളെ നിഷ്പ്രയാസം ചെറുക്കാൻ ഇറാനെ സഹായിക്കുകയാണ്. ഏതൊരു ആക്രമണ സേനയ്ക്കും ഇറാനെതിരെ കരയിലൂടെയുള്ള ആക്രമണം അസാധ്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. വ്യോമാക്രമണം ഉണ്ടായാലും കാര്യം ഇതുതന്നെ. ശത്രുവിൻ്റെ വ്യോമാക്രമണങ്ങളെ അതിജീവിക്കുന്നതിനായാണ് ഇറാൻ്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭൂമിക്കടിയിൽ വിപുലമായ മിസൈൽ നഗരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പരമ്പരാഗത ബോംബാക്രമണങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെ സംരക്ഷിക്കുന്നതിനായി പർവ്വതങ്ങൾക്കിടയിൽ 500 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ഡിപ്പോകളെ മുൻപ് ഇറാൻ സൈന്യം തന്നെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇടനീളമുള്ള ഇറാൻ്റെ നിഴൽ സേനകളുടെ ശൃംഖല വളരെ വിപുലമാണ്. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ വിവിധ ഗ്രൂപ്പുകളുള്ള ധനസഹായവും ആയുധവും നൽകുന്നതും ഇറാനാണ്. ഇറാൻ്റെ ശക്തമായ പ്രതിരോധ നിരയും ഇത്തരം പ്രാദേശിക ശക്തികളാണ്. ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖിലെ മിലീഷ്യകൾ തുടങ്ങിയ ഗ്രൂപ്പുകളും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാൻ സാധ്യതയായി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. മിന്നൽ വേഗത്തിലാണ് ഇത്തരം ആക്രമണങ്ങളും സംഭവിക്കുക. അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ കണക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാൻ്റെ കൈവശമുള്ളതാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതായത് 2000 കിലോമീറ്റർ വരെ അകലെയുള്ള താവളങ്ങളെയും നഗരങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ള കൃത്യതയുള്ള ആയുധങ്ങൾ ഈ ആയുധപ്പുരയിൽ ഉണ്ടെന്നുള്ളതും അവർക്കും മറച്ചുവെക്കാൻ സാധിക്കുന്നില്ല. ഇത് അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ മിസൈൽ കരുത്ത് 6 മാസം മുമ്പ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞവൻ കൊണ്ടാണ് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ വടക്കൻ തീരത്തെ ഇപ്പോഴും ഇറാനാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷമുണ്ടായാൽ ഉടനടി ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാരണമാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വലിയ നാവികസേന കപ്പലുകൾക്ക് പകരം മിസൈലുകളും ടോർപിഡോകളും ഘടിപ്പിച്ച ചെറുതും വേഗതയേറിയതുമായ ആക്രമണ ബോട്ടുകളുടെ കൂട്ടത്തെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഗൾഫിലെ പരിമിതമായ ജലാശയങ്ങളിൽ വലുതും വിലയേറിയതുമായ ശത്രു യുദ്ധ കപ്പലുകളുടെ പ്രതിരോധത്തെ മറികടക്കുന്നതിനാണ് ഇത്തരമൊരു തന്ത്രം ഇറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ S-300 സിസ്റ്റത്തെ ബവാർ 373 പോലുള്ള ആഭ്യന്തര പതിപ്പുകളായി സംയോജിപ്പിക്കുന്ന സങ്കീർണമായ ഒരു വ്യോമ പ്രതിരോധ ശൃംഖലയാണ് ഇറാന് ആകാശ കവചം തീർക്കുന്നത്.
റഷ്യയും ഇറാനും അടുത്തിടെ പ്രധാന സഹകരണ കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും അതൊരു സൈനിക കരാറില്ലാത്തതിനാൽ റഷ്യൻ സൈന്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിട്ട് രംഗത്തിറങ്ങാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലുണ്ട്. എന്നാൽ ഇറാൻ എന്ന രാജ്യത്തെ തകർക്കുന്ന രൂപത്തിലേക്ക് സംഘർഷം വളർന്നാൽ പുടിൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാകും. അത് അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിനെയും അമേരിക്കയെയും കയറൂരിവിടാൻ റഷ്യ തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈനിലേക്ക് ഓർഷനിക് മിസൈൽ അയച്ചതിലൂടെ പുടിൻ നടത്തിയിരിക്കുന്നത് ഇറാനിലേക്ക് മിസൈൽ തൊടുക്കും മുമ്പ് അതും കൂടി അമേരിക്കയ്ക്ക് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ്. മാത്രമല്ല, അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന ഉപഗ്രഹ ഡാറ്റയും രഹസ്യാന്വേഷണ വിവരങ്ങളും തീർച്ചയായും റഷ്യ ഇറാന് നൽകുകയും ചെയ്യും. ആധുനിക യുദ്ധത്തിൽ ഈ മൃദു സൈനിക പിന്തുണ പോലും ശത്രുവിന് വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുക. അതായത് റഷ്യൻ സൈന്യം ഒരു വെടിയുതിർക്കാതെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക സംവിധാനങ്ങളെ ചാമ്പലാക്കാൻ ഇതുവഴി ഇറാൻ സൈന്യത്തിന് എളുപ്പത്തിൽ സാധിക്കും. കാസ്പിയൻ കടൽ വഴി ഇറാനുമായി റഷ്യ നേരിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്നുണ്ട്. ഈ ഉൾനാടൻ ജലാശയത്തിലേക്ക് അമേരിക്കൻ നാവികസേനയ്ക്ക് പ്രവേശനമില്ല. ഉപരോധ സമയത്ത് ഇറാനിലേക്ക് വെടിക്കോപ്പുകളും ഭക്ഷണവും നൽകുന്നതിന് റഷ്യയ്ക്ക് സുരക്ഷിതമായ ഒരു ലോജിസ്റ്റിക് റൂട്ടായി ഇത് മാറുകയും ചെയ്യും. ഇറാൻ ചൈന സൈനിക സഹായം നൽകിയാലും ഇല്ലെങ്കിലും സാമ്പത്തിക സഹായം നൽകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇറാൻ പൂർണ്ണ സാമ്പത്തിക തകർച്ചയ്ക്ക് വിധേയമാകില്ലെന്ന് ഉറപ്പാകുന്നുണ്ട്. UN സുരക്ഷാ കൗൺസിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും വീറ്റോ അധികാരവുമുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് നിയമസാധുത നൽകുന്ന ഏതൊരു പ്രമേയത്തെയും അവർ തീർച്ചയായും തടയുക തന്നെ ചെയ്യും. ഇറാനെതിരെ വിശാലമായ ഒരു അന്താരാഷ്ട്ര സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രതിരോധം അമേരിക്കയെ തടയുമെന്നും ഉറപ്പാണ്. അതായത് ഇറാനെതിരെ ആക്രമണത്തിന് ഇറങ്ങുന്നവർ തന്നെ അതിൻ്റെ പരിണിതഫലവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും വ്യക്തമാണ്. UN എതിർത്താൽ നാറ്റോ സഖ്യകക്ഷിയായ അമേരിക്കയുടെ കൂടെ മറ്റ് നാറ്റോ അംഗങ്ങൾക്കും പോലും യുദ്ധത്തിനിറങ്ങാൻ പറ്റാത്ത സാഹചര്യം തന്നെ ഉണ്ടാകും. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സൈനിക ഇടപെടൽ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകും എന്നതിനാൽ ഇറാൻ അമേരിക്ക സംഘർഷം ഉണ്ടായാൽ പോലും അത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒന്നായി മാറും. മാത്രമല്ല, പടുകൂറ്റൻ തിരിച്ചടിയാണ് ട്രംപിനെയും കാത്തിരിക്കുന്നത്. ഇറാന് റഷ്യൻ ഇൻ്റലിജൻസിൻ്റെ സഹായം ഉണ്ടായാൽ തന്നെ അമേരിക്കൻ താവളങ്ങളിലും ഇസ്രായേലിലും തീമഴ പെയ്യാൻ ഇറാന് നിമിഷ നേരം മതി. വിശാലമായ അവരുടെ മിസൈൽ ശേഖരം മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഡ്രോണുകളുടെ ശേഖരവും ഇറാനെ ഏറെ അപകടകാരികളാക്കുന്നതാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെ തകർക്കാൻ തുച്ഛമായ വിലയുള്ള ഒരു ഡ്രോണിന് കഴിയുമെന്നത് പുതിയ കാലത്തെ ടെക്നോളജിയിലൂടെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇറാൻ സ്വന്തം രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാംസ്കാരിക സ്വത്വവും സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടം വെറും ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനായുള്ള ശ്രമമല്ല, അത് ഒരു ജനതയുടെ ചരിത്രപരമായ തീരുമാനത്തിൻ്റെ തുടർച്ച കൂടിയാണ്. പുറം ശക്തികളുടെ ആജ്ഞകൾക്ക് കീഴടങ്ങാതെ സ്വന്തം വഴിയിൽ മുന്നേറാനുള്ള അവകാശം ഉറപ്പിക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ ഭീഷണികളുടെയും ഉപരോധങ്ങളുടെയും മുന്നിൽ പിന്മാറില്ലെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തോട് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ പോലും ആഭ്യന്തര ശേഷികളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഇറാൻ്റെ നിലപാട് അതിൻ്റെ ദേശീയ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനം എടുത്തു കാട്ടുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം മുതൽ അമേരിക്ക ഇറാനെ ശത്രുവായി ചിത്രീകരിക്കുകയാണ്. ഭരണമാറ്റം എന്ന ലക്ഷ്യം തുറന്നു പറയാൻ മടിക്കുന്നുവെന്ന അവകാശവാദങ്ങൾക്കിടയിലും ഉപരോധങ്ങളും തീരുവകളും രാഷ്ട്രീയ ഭീഷണികളും വഴി അതേ ലക്ഷ്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നതെന്ന വിമർശനവും ശക്തമാണ്. ഇൻ്റർനെറ്റ് നിയന്ത്രണങ്ങൾ മുതൽ മനുഷ്യാവകാശ റിപ്പോർട്ടുകൾ വരെ എല്ലാം രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്ന സമീപനം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവഗണനയെ തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഖമേനി പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ശക്തവും ബോധവുമുള്ള ഒരു രാഷ്ട്രമാണ്. ശത്രുവിനെ തിരിച്ചറിയാനും പ്രതികരിക്കുവാനും അതിന് കഴിയും. ഈ വാക്കുകൾ വെല്ലുവിളികളോടുള്ള വെറും പ്രതികരണമല്ല, മറിച്ച് സാമ്പത്തിക ഉപരോധങ്ങളും തീരുവ ഭീഷണികളും ഉൾപ്പെടുത്തുന്ന സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങൾക്കെതിരായ ഒരു ഉറച്ച പ്രഖ്യാപനവും കൂടിയാണ്.